ഓം ശാന്തി. ആകർഷണ സിദ്ധാന്തത്തിൻ്റെ തത്വങ്ങളെല്ലാം മനസ്സിലാക്കി പഠിച്ചപ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലായി നമ്മുടെ സങ്കല്പങ്ങൾ എത്ര ശക്തമാണ്. ഉള്ളിൽ ശുദ്ധ സങ്കല്പങ്ങൾ അഥവാ പോസിറ്റീവ് സങ്കല്പങ്ങളെ മാത്രം രചിക്കണമെന്നും എപ്പോഴും സന്തോഷം അഥവാ ഹാപ്പിനെസ് അനുഭവിക്കണം എന്നൊക്കെ തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ അതിന് സാധിക്കാറുണ്ടോ? ആരെങ്കിലും നമ്മളോട് പറയുക, ഒന്ന് ശുഭമായി ചിന്തിക്ക്, എല്ലാം നന്നാവും, പോസിറ്റീവായി ചിന്തിക്ക് എന്നങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ പറയും, ഞാൻ നല്ലതല്ലേ ചിന്തിക്കുന്നുള്ളൂ, ഞാൻ എപ്പോഴെങ്കിലും നെഗറ്റീവ് ചിന്തിക്കുന്നുണ്ടോ? എന്താ ഞാൻ എപ്പോഴും നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരിക്കുക, വേസ്റ്റ് ചിന്തിച്ചുകൊണ്ടിരിക്കുക? ഞാൻ എപ്പോഴും നല്ലതേ ചിന്തിക്കാറുള്ളൂ, ഈശ്വരനോട് പ്രാർത്ഥനയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നത്. ഇനി നമ്മൾ മറ്റൊരാളോട് പറഞ്ഞാലോ, നീ നല്ലത് മാത്രം ചിന്തിക്ക്, എന്തിനാ നെഗറ്റീവ് ചിന്തിക്കുന്നത്, പോസിറ്റീവായി ചിന്തിക്ക്, വേസ്റ്റ് ചിന്തിക്കാതിരിക്കുക. അവരും അങ്ങനെ തന്നെ മറുപടി പറയുക, ഞാൻ എന്താ നെഗറ്റീവ് ചിന്തിക്കുന്നുണ്ടോ, ഞാൻ പോസിറ്റീവായി ചിന്തിക്കുന്നുള്ളൂ, ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ജീവിക്കുന്നത്. ഇത് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്ന മറുപടി. കാരണം വേറൊന്നുമല്ല, ഉള്ളിൽ അഥവാ വേസ്റ്റ് സങ്കല്പങ്ങളുടെ ഒരു കുത്തൊഴുക്കുണ്ടെങ്കിൽ പോലും അതങ്ങനെയാണ് എന്ന് പറയാൻ പോലും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. കാരണം നമ്മൾ നെഗറ്റീവിനെയോ വേസ്റ്റിനെയോ വ്യർത്ഥതേനോ അംശം പോലും സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അഥവാ യാഥാർത്ഥ്യം. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് തോട്ട്സ് മാത്രം ഒഴുകുകയാണെങ്കിൽ നമ്മളെല്ലാവരും സദാ മൂളിപ്പാട്ടും പാടി ഉത്സാഹഭരിതരായി ഉന്മേഷഭരിതരായി നടക്കുന്നൊരവസ്ഥയായിരിക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ മിക്കവാറും പേരെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ നമുക്ക് സാധിക്കും, പല പല മൂഡുകളിലാണ് പല പല സമയങ്ങളിൽ മനുഷ്യജീവിതം കടന്നു പോകുന്നത്. ചിലവർ വളരെ ഹാപ്പി ആയിട്ടാണെങ്കിൽ മറ്റു ചിലവർ ഒരു മൂഡ് ഓഫ് ആയ സ്ഥിതിയിലായിരിക്കും. ചിലപ്പോൾ സങ്കടം വരുന്നുണ്ടാവും, ചിലപ്പോൾ അയ്യോ എനിക്കൊന്നിനും വയ്യാന്ന് തോന്നുന്നൊരു വേവലാതി പിടിച്ച അവസ്ഥയായിരിക്കും. മറ്റു ചിലർക്ക് എനിക്ക് എന്താവുമോ എന്നുള്ള ഒരു ഇൻസെക്യൂരിറ്റി അഥവാ ഭയത്തിൻ്റെ ഫീലിംഗ് ആയിരിക്കും. വേറെ ചിലർക്ക് ഞാൻ മാത്രം ചെയ്തിട്ട് ഇപ്പം എന്താ കാര്യം, ഇതുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലും മാറാൻ പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു നിരാശയുടെ ഭാവമായിരിക്കും. വേറെ ചിലർക്ക് ചെയ്യാമെന്നേ ഇപ്പം തന്നെ ചെയ്തോളണം എന്താ അലസതയുടെ ഭാവമായിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് കൊച്ചു കൊച്ചു നെഗറ്റീവ് ഇമോഷൻസ് നമ്മളെ ഭരിക്കുമ്പോൾ വേസ്റ്റായ ഫീലിങ്സ് നമ്മളിൽ വരെയും ഇങ്ങനെയുള്ള ഫീലിങ്ങുകളിലൂടെ ദിവസം മുഴുവൻ കടന്നു പോവുകയും ചെയ്യും. ചോദിച്ചാൽ പറയും, ഞാൻ പോസിറ്റീവ് തോട്ട്സിലാണ്. അനുഭവിക്കുന്നതാണെങ്കിലോ ഇങ്ങനെയുള്ള പല പല മൂഡുകളും. ഈ യഥാർത്ഥത്തിൽ ഇത്തരം മൂഡുകളിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ തോട്ട് പാറ്റേൺ എങ്ങനെയായിരിക്കും? പോസിറ്റീവ് തോട്ട്സുള്ള ഒരാൾക്ക് ഇതേ രീതിയിൽ ഇരിക്കാൻ കഴിയില്ലല്ലോ. എപ്പോൾ നമ്മൾ സങ്കടപ്പെടുന്നോ, എനിക്ക് വയ്യാന്ന് പറയുന്നോ, എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്നോ, അല്ലെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കുമോ എന്ന് പറയുന്നോ, ഇങ്ങനെയുള്ള ഫീലിങ്ങുകൾ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ആ സമയത്ത് ഉള്ളിൽ നിന്നൊഴുകുന്നത് വേസ്റ്റ് തോട്ട്സിൻ്റെ ഒരു ശക്തമായ പ്രവാഹമായിരിക്കും. ഒരു തോട്ട് ഫീലിംഗ് ആവുന്നില്ലല്ലോ, നിരന്തരമായ സങ്കല്പം ഒഴുകുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ അതൊരു ഫീലിംഗ് ആയിട്ട് രൂപപ്പെടുന്നത്, നമുക്ക് അനുഭൂതിയായിട്ട് മാറുന്നത്. അതുകൊണ്ട് ആ ഒരു തോന്നലുകൾ അഥവാ ആ ഒരു അനുഭൂതി, ഒരു ഫീലിംഗ് ഉണ്ടാകുന്ന സമയം നമ്മുടെ മനസ്സിൽ നിന്ന് പ്രസരിച്ചുകൊണ്ടിരിക്കുന്ന അഥവാ നമ്മൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന തോട്ട് പാറ്റേൺ വേസ്റ്റാണ്. വേസ്റ്റ് തോട്ട് പാറ്റേൺ നമ്മളിൽ നിന്ന് പ്രക്ഷേപണം ചെയ്ത് കഴിയുമ്പോൾ അത് ബ്രഹ്മാണ്ടത്തിൽ പോയി സ്പർശിച്ചതിന് ശേഷം തിരിച്ചു വരുമ്പോൾ എന്ത് തോട്ട്സാണ് കൊണ്ടുവരിക? വേസ്റ്റ് തോട്ട്സ്. സങ്കടം കൊണ്ടാണ്, അവസ്ഥകൾ അങ്ങനെ ആയതുകൊണ്ടാണ്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ്, ഒരിക്കലും നമുക്ക് സെക്യൂരിറ്റി ഇല്ല. പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊന്ന് അനുഭവിക്കുകയാണെങ്കിലും ഓരോ കാലഘട്ടത്തിലും നമുക്ക് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ബാല്യത്തിൽ പാരൻസിൻ്റെ സെക്യൂരിറ്റി ഉണ്ടാവും, കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഒരു കുടുംബമായി കഴിയുമ്പോൾ പതി പത്നി സംബന്ധത്തിനൊരു സെക്യൂരിറ്റി ഉണ്ടാവും, ഒരു ഉറപ്പുണ്ടാവും. ഇന്ന് കാലം അങ്ങനെയല്ല. ഗവൺമെൻറ് നിയമങ്ങൾ പോലും കുടുംബത്തിൻ്റെ ഉള്ളിൽ സുരക്ഷിതത്വം ഉണ്ടാകണം എന്ന ഒരു നിയമമല്ല എന്ന് വരുന്നത്. ഒരു പത്നിയായി ജീവിക്കെ തന്നെ മറ്റൊരു പുരുഷനെ കണ്ടാൽ അവൻ്റെ പുറകെ പോകാം. ഒരു പതിയായി ജീവിക്കെ തന്നെ മറ്റൊരു പത്നി ഒരു സ്ത്രീയെ കണ്ട് ആകർഷിക്കപ്പെട്ടു, അവളുമായി ജീവിക്കാൻ ഇഷ്ടമായി, അവൻ്റെ പുറകെ പോകാം. കുടുംബങ്ങളായി ജീവിക്കുന്ന കുടുംബങ്ങളിൽ ഇങ്ങനെ ഉപേക്ഷിച്ചു പോകുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു പോകുമ്പോൾ അവിടെ ജീവിക്കുന്ന കൊച്ചു മക്കളുടെ അവസ്ഥ. അങ്ങനെ ആബാലവൃന്ദൻ ജനങ്ങളും
ദുഃഖത്തിൻ്റെ ഫീലിങ്ങുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സാധാരണയാണ് സങ്കടവും വിഷമവും അല്ലെങ്കിൽ ഭീതിയും നിറഞ്ഞ ഒരു ഫീലിംഗ് ഉണ്ടാകുക, ഒരു മൂഡ് ഓഫ് ഉണ്ടാവുക, ഒരു നിരാശ ഉണ്ടാവുക എന്നൊക്കെ. പക്ഷേ ഈ നിരാശ നമ്മൾ നിരന്തരം അനുഭവിക്കുമ്പോൾ നമ്മളറിയാതെ വലിയൊരു കവാടം തുറന്നു വയ്ക്കുകയാണ് ബ്രഹ്മാണ്ടത്തിലേക്ക്. ആർക്കുള്ള കവാടാണെന്നറിയോ? സങ്കടത്തിനുള്ള കവാടം. നമ്മൾ അയച്ചുവിട്ടിരിക്കുന്ന നെഗറ്റീവ് തോട്ട്സ് അഥവാ വേസ്റ്റ് തോട്ട്സ് അതിൻ്റെ 10 മടങ്ങ് ശക്തി ആർജിച്ചുകൊണ്ട് നമ്മളിലേക്ക് തിരിച്ചു വരികയാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. എപ്പോഴും കൂടുതൽ ഞാൻ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വേസ്റ്റ് തോട്ട്സിൻ്റെ, സങ്കടത്തിൻ്റെ, വിഷമത്തിൻ്റെ തോട്ട്സുകൾക്ക് സൽക്കരിക്കുന്ന പോലെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ സങ്കടം അങ്ങ് വന്നു കഴിഞ്ഞാൽ മേൽക്ക് മേൽ പിന്നെയും സങ്കടപ്പെടാനുള്ള സാഹചര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഭഗവാൻ തരുന്നതാണോ? ഭഗവാനോട് പ്രാർത്ഥിക്കും നമ്മൾ, എന്താ നിനക്ക് കണ്ണ് കാണുന്നില്ലേ? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ഭഗവാൻ നമുക്ക് തരുന്ന സ്നേഹം കൊണ്ടാണ് അപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഫീലിങ്ങിലൂടെയാണ് നമുക്ക് വേണ്ടത് വരുന്നത്. അതുകൊണ്ട് നമ്മൾ സങ്കടപ്പെടുമ്പോൾ നമ്മൾ ഓർമ്മിക്കണം, ഈ സങ്കടം ഞാൻ തുടർച്ചയായി വെറുതെ സങ്കടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ 10 മടങ്ങ് അനുഭവിക്കുന്ന ഒരു അവസ്ഥ എനിക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും, സംജാതമാകും എൻ്റെ ജീവിതത്തിൽ എന്ന്. ഈ ഒരു തിരിച്ചറിവ് എപ്പോൾ ഉണ്ടാകുന്നോ അറിയാതെ തന്നെ നമ്മൾ നമ്മുടെ നെഗറ്റീവ് ഫീലിങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ തയ്യാറാകും. എന്നാൽ പലപ്പോഴും അടുത്ത സംബന്ധങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയും ചിലവർ വെറുതെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. ഞാൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ സന്തോഷിക്കും, അത് ശരിയാവില്ല, ചെയ്ത കാര്യത്തിന് എല്ലാവരും കുറച്ച് അനുഭവിക്കട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണ മനസ്സുകളിൽ നിന്ന് ഇത്തരം ഫീലിങ്ങുകളും വിചാരങ്ങളും നിരന്തരാകുകയും അത് വലിയ വലിയ പ്രത്യാഘാതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുകയും ചെയ്യും. ആരും അതൊന്നും ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സാഹചര്യങ്ങൾ പുറത്താണ്, നമ്മുടെ മനസ്സിന് അതിനോടുണ്ടാകുന്ന തോന്നലുകളാണ് അഥവാ പ്രതികരണങ്ങളാണ് അതിനെ ഒരു ഫീലിങ്ങിലേക്ക് നിരന്തരം ഉയർത്തുകയും അനുഭൂതിയാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ പുറത്ത് അഥവാ ബാഹ്യമായി സംഭവിക്കുന്ന കാര്യങ്ങളോട് നമ്മളെപ്പോഴാണ് ഒരു പോസിറ്റീവ് രീതിയിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നത്, അല്ലെങ്കിൽ മറക്കാനും പൊറുക്കാനും തയ്യാറാകുന്നത്, നമ്മുടെ നെഗറ്റീവ് ഫീലിങ്ങളെ നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ സാധിക്കും. ഫീലിംഗ് പ്രൂഫ് ആവാനും സാധിക്കും. അപ്പോൾ ഫീലിംഗ് പ്രൂഫ് ആകാനുള്ള അഥവാ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ, നെഗറ്റീവ് അനുഭവങ്ങളെ, ദുരനുഭവങ്ങളെ കുറയ്ക്കാൻ 3 ടിപ്സ് സിസ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. ഒന്നാമത്തേതാണ് സാക്ഷിയായ കാഴ്ചക്കാരനായി ജീവിതത്തെ നോക്കിക്കാണാൻ പഠിക്കുക. ഒരു ഡിറ്റാച്ച്ഡ് ഒബ്സർവർ. നമ്മളെപ്പോഴാണോ നമ്മളതിൽ മുങ്ങിയിരിക്കുന്നത് അപ്പോൾ തെറ്റും ശരിയും തിരിച്ചറിയാൻ പോലും നമുക്ക് സാധിക്കില്ല, അതിലങ്ങ് മുങ്ങിപ്പോകും. മറിച്ച് മൂന്നാമത് ഒരാളായി നിന്ന് കാഴ്ചക്കാരനെ പോലെ ആ സന്ദർഭത്തെ നമ്മൾ കാണുകയാണെങ്കിൽ യഥാർത്ഥമായി എന്ത് എവിടെ സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിസ്ഡം നമ്മൾ ഡെവലപ്പ് ചെയ്യപ്പെടും, നമ്മുടെ ബുദ്ധി ശക്തിശാലിയാകും. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് സംഭവിക്കുകയാണെങ്കിലും അതിനെ നമ്മൾ ഡിറ്റാച്ച്ഡ് ഒബ്സർവർ ആയിക്കൊണ്ട് ജീവിതത്തെ നോക്കിക്കാണണം. രണ്ടാമത്തെ കാര്യം സെൽഫ് ടോക്ക്. നമ്മുടെ ഉള്ളിലൊരു കാര്യം കടന്നുപോയി, ആ കാര്യം കടന്ന ഉടനെ, സംഭവിച്ച ഉടനെ ദുഃഖമായി മാറുന്നില്ല. പക്ഷെ ഒരു കാര്യം കടന്നുപോയാൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മോട് സംസാരിച്ചാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചാൽ, ഇതൊക്കെ തന്നെ നിരന്തരം നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ തന്നെ നമ്മളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. എന്നാലും എന്നോടിങ്ങനെ പറഞ്ഞില്ലേ, എന്നോടിങ്ങനെ പെരുമാറിയില്ലേ, എന്നെ ഇങ്ങനെ അവഗണിക്കരുതായിരുന്നു, ഞാൻ എത്രയൊക്കെ ഉപകാരം ചെയ്ത ആളാണ്, ഇപ്പോൾ എനിക്ക് പറ്റാതായി, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തല്ലോ. ഇങ്ങനെ നമ്മൾ തന്നെ ഒരുപാട് വീണ്ടും അതിനെ മനനം ചെയ്ത് നമ്മളോട് തന്നെ സംസാരിച്ച് കാര്യം കഴിഞ്ഞൊരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരു വലിയ സംഭവം കഴിഞ്ഞതുപോലെ ഊർജ്ജമെല്ലാം ചോർന്നു പോയി ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലേക്കായി മാറും. മറിച്ച് ഇതേ സെൽഫ് ടോക്കിനെ നമ്മൾ പോസിറ്റീവിലേക്കാക്കി മാറ്റിയാലോ, പോട്ടെ സംഭവിച്ചതെല്ലാം കഴിഞ്ഞു, അതിന് ഞാനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാണ്, എല്ലാം ഞാൻ ഈശ്വരനെ അർപ്പിക്കുന്നു, അറിയാതെ സംഭവിച്ചതാകാം, അതങ്ങനെയൊന്നും വിചാരിച്ചിട്ടായിരിക്കില്ല. ഇങ്ങനെ ഒരു പോസിറ്റീവ് ശൈലിയിലേക്ക് നമ്മളുടെ ആത്മസല്ലാപത്തിനെ അഥവാ നമ്മുടെ സെൽഫ് ടോക്കിനെ പരിവർത്തനപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫീലിങ്ങുകളെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പരിവർത്തനപ്പെടുത്താൻ സാധിക്കും. മൂന്നാമത്തത്, നമ്മുടെ സങ്കല്പത്തെ സ്ട്രോങ് ആക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫീലിംഗ് ശ്രേഷ്ഠാക്കാൻ സാധിക്കുള്ളൂ. അതിന് നമുക്ക് ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ, നിത്യേനയുള്ള മെഡിറ്റേഷൻ. എത്രത്തോളം മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ തന്നെ സങ്കല്പങ്ങളുടെ ഒരു നിരന്തര പ്രവാഹം, അറിഞ്ഞുകൊണ്ട് ശുദ്ധ സങ്കല്പങ്ങളെ നിരന്തരം നമ്മൾ പ്രവഹിക്കാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതാണ് മെഡിറ്റേഷൻ.
അപ്പോൾ ദിവസവും രാവിലെയും വൈകുന്നേരവും മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദിനചര്യയാക്കി മാറ്റണം. വല്ലപ്പോഴൊരിക്കൽ സമയം കിട്ടുമ്പോഴല്ല, അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ചു കൂടുമ്പോഴല്ല, അല്ലെങ്കിൽ ഒരു ധ്യാന പ്രക്രിയയിലോ അല്ലെങ്കിൽ ഒരു പ്രഭാഷണം കേൾക്കുമ്പോഴോ മാത്രമല്ല, ജീവിതത്തിൽ എങ്ങനെയാണോ നമ്മൾ ആഹാരം കഴിക്കുന്നത്, എങ്ങനെയാണോ നമ്മൾ ഉറങ്ങുന്നത്, അതേപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ദിനചര്യയുടെ ഏറ്റവും വലിയൊരു ഭാഗമായിക്കൊണ്ട് മെഡിറ്റേഷൻ വേണം. മെഡിറ്റേഷൻ നിങ്ങൾക്കിഷ്ടമുള്ള മെഡിറ്റേഷൻ ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ അല്പനേരം സൈലൻ്റായിട്ടിരിക്കാം, അല്ലെങ്കിൽ മന്ത്രങ്ങൾ ഉരുവിട്ടാകാം. അതുമല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന രീതിയിൽ സങ്കല്പങ്ങളെ അറിഞ്ഞ് മനസ്സിലാക്കി നെഗറ്റീവിൽ നിന്നും വേസ്റ്റിൽ നിന്നും ശ്രേഷ്ഠ സങ്കല്പങ്ങളിലേക്ക്, പോസിറ്റീവ് സങ്കല്പങ്ങളിലേക്ക് പരിവർത്തനപ്പെടുത്തുന്ന രീതിയിലുള്ള മെഡിറ്റേഷനാണ് രാജയോഗ മെഡിറ്റേഷൻ. ആ മെഡിറ്റേഷൻ നിങ്ങൾക്ക് അഭ്യസിക്കാം. ഈ മെഡിറ്റേഷനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ സിസ്റ്റർ ഇതിനു മുന്നുള്ള ഒരുപാട് വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് അഭ്യസിക്കാം. ഇങ്ങനെ സ്വന്തം ഫീലിങ്ങുകളെ നമുക്ക് നഷ്ടമാകുന്നതിന് പകരം അനുഗ്രഹമാക്കി മാറ്റാൻ നിങ്ങൾക്കും സാധിക്കണം. അപ്പോൾ ഈ തരുണത്തിൽ മെഡിറ്റേഷൻ ചെയ്ത് ആത്മസല്ലാപത്തെ അഥവാ സെൽഫ് ടോക്കിനെ പോസിറ്റീവാക്കി അവനവൻ്റെ ജീവിതത്തിനെ സാക്ഷിയായൊരു കാഴ്ചക്കാരനായി നോക്കിക്കണ്ട് സക്സസ്ഫുള്ളായി എന്തും ആഗ്രഹിക്കുന്നത് സ്വന്തം അവനിലേക്ക് കൊണ്ടുവരാൻ, നമ്മുടെ ഫീലിങ്ങുകളെ ഉപയോഗിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയായി നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ തുറന്ന് മുകളിൽ സെർച്ച് ബാറിൽ BK സ്പേസ് ഷീജ എന്ന് ടൈപ്പ് ചെയ്യണം. തുടർന്ന് സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി.